തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്തിന്റെ നടപടിയിൽ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. ജീവനക്കാർ ഓഫീസിൽ പ്രവേശിക്കേണ്ടെന്ന ധിക്കാര നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കോറോ ഹെൽത്ത് അധികൃതർ. എന്നാൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ നിയമലംഘനം നടത്തിയിട്ടും കമ്പനിക്കെതിരെ സർക്കാർ നിയമ നടപടി എടുത്തിട്ടില്ല. വരും ദിവസങ്ങളിലും ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്തുമെന്ന് ജീവനക്കാരും പറഞ്ഞു. കേരളത്തിൽ കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞായിരുന്നു കോറോ ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ടത്. എന്നാൽ കമ്പനി ലാഭത്തിലാണെന്ന് രേഖകളിൽ വ്യക്തമാണ്. തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും ജീവനക്കാർ ഓഫീസിൽ പ്രവേശിക്കേണ്ടെന്ന നിലപാടിൽ കമ്പനി ഉറച്ചുനിന്നതോടെ സമവായ നീക്കങ്ങൾ പാളി. ഈ മാസം 20-ന് വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളെടുക്കാൻ ഫോഴ്സ്ഫുള്ളായി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. കമ്പനി അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന് CI2 ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ് പറഞ്ഞു. ഒരു കാരണവശാലും ഈ ക്ലോഷർ അംഗീകരിക്കാൻ കഴിയില്ല. ചർച്ച 20-ാം തീയതി വീണ്ടും വച്ചിട്ടുണ്ട്. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. 20-ാം തീയതി നേരിട്ടുള്ള പ്രസൻസിൽ അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന കമ്പനി അധികൃതർ ഓൺലൈനായി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. അനുകൂല തീരുമാനമില്ലാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഓഫീസിലെത്തി ഹാജർ രേഖപ്പെടുത്താനാണ് ജീവനക്കാരുടെ നീക്കം. ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറാൻ എന്തായാലും ശ്രമിക്കില്ല. അവരുടേതായാലും വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് ബിലോങ്ങിങ്സ്, കുറച്ച് മരുന്നുകൾ, കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഗർഭിണികളായ സ്ത്രീകളുടെ പ്രിസ്ക്രിപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ നിയമലംഘനം നടത്തിയിട്ടും കമ്പനിക്കെതിരെ സർക്കാർ നടപടിയെടുത്തിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.